പോലീസ് സ്ഥലത്ത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം ശക്തമാകുമ്പോൾ കശ്മീരിൽ വീണ്ടും തീവ്രവാദികളും സജീവമാകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇപ്പോഴിതാ അമർനാഥ് യാത്ര സുരക്ഷിതമായി വിന്യസിച്ചിരിക്കുന്ന പോലീസിന് നേരെ പട്ടാപ്പകൽ ആക്രമണം നടന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത്. സുരക്ഷ ഒഴിഞ്ഞുവന്ന കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം കോൺസ്റ്റബിൾ ആഷിഖ് ഹുസൈന് നേരെ ഭീകരർ നിരവധി തവണ വെടിയുതിർക്കുന്നതിന് കാരണമായി. ആക്രമികളെ കണ്ടെത്താൻ 4 ജില്ലകളിൽ തീവ്രമായ അന്വേഷണ ഓപ്പറേഷൻ ആരംഭിച്ചു. DGP സ്ഥലത്തെത്തി. ലഫ്റ്റനന്റ് ഗവർണറും മുഖ്യമന്ത്രിയും നേരത്തെ ആക്രമണത്തെ വിമർശിക്കുകയും ആക്രമികൾക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യണമെന്ന് പറയുകയും ചെയ്തു. അമർനാഥ് യാത്ര തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി വിന്യസിക്കപ്പെട്ട ഹെഡ് കോൺസ്റ്റബിൾ ആഷിഖ് ഹുസൈൻ ഖുറേഷി എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് മരിച്ചത്. തീവ്രവാദികൾ അദ്ദേഹത്തിന് നേരെ നിരവധി തവണ വെടിയുതിർക്കുകയും ശേഷം അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരിക്കുകയായിരുന്നു. അവിടെ ഡോക്ടർമാർ അദ്ദേഹം മരിച്ചതായി പ്രഖ്യാപിച്ചു. ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ലഷ്കർ-ഇ-തോയ്ബ ബന്ധമുള്ള തീവ്രവാദ സംഘടന ഏറ്റെടുത്തു എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നു. ഇതേ തുടർന്ന് ലഷ്കർ-ഇ-തോയ്ബ ബന്ധമുള്ള തീവ്രവാദ സംഘടനയുടെ ടെററിസ്റ്റുകളായിട്ടുള്ള ആദിൽ തൊക്കാറിന്റെയും ഹാരൂൺ റാഷിദ് ഖാനയുടെയും വീടുകൾ കശ്മീരിലെ അനന്തനാഗിലുണ്ട്. അത് ഇടിച്ചു നിരത്തി കേന്ദ്രസേന എന്നുള്ള റിപ്പോർട്ടുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് കേന്ദ്രസേന നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.